ഹാർട്ടിന്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ആദർശും ജലജയും കൂടി എന്തോ തീരുമാനിച്ച പോലെയൊക്കെ വരുന്നത്. അതിനുശേഷം വന്നിട്ട് ആദർശ് ചടങ്ങ് നടത്താൻ വരട്ടെ എന്ന് പറയുന്നുണ്ട്. എന്താ മോനെ നീ ഇങ്ങനെയൊക്കെ പറയണേന്ന് അച്ഛനും മുത്തച്ഛനൊക്കെ ചോദിക്കുന്നുണ്ട്. എന്തായാലും ആദർശ് കാര്യമില്ലാതെ ഒന്നും പറയില്ലല്ലോ എന്ന് ജലജയും പറയുന്നുണ്ട്. അങ്ങനെ പിന്നെ കണ്ടത് ആദർശ് നമ്മുടെ നവ്യയുടെ മുഖത്തേക്ക് പൂക്കളൊക്കെ വലിച്ചെറിയുന്നുണ്ട്. ഫ്രൂട്ട്സും സാധനങ്ങളൊക്കെ തകർത്തെറിയുന്നുണ്ട്. എന്താ കാര്യം എന്നുള്ളത് കാര്യം ആർക്കും ഒന്നും മനസ്സിലാവില്ല. എല്ലാവരും അന്തം വിട്ട് നിൽക്കുന്നുണ്ട്. മുത്തശ്ശി പറയുന്നുണ്ട്, ഡി നിന്റെ മരുമോളുടെ വളകാപ്പ് ചടങ്ങാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. അനാവശ്യമായി നീ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയാൽ ഈ വീടിന് പടിക്ക് പുറത്ത് നീയാവും പോകുന്നതെന്ന് പറഞ്ഞപ്പോൾ ആയിക്കോട്ടെ ഞാൻ പൊക്കോളാം. അതിനു മുന്നേ എനിക്ക് പറയാനുള്ളത് നിങ്ങൾ കേൾക്കണം, എന്നിട്ട് ഞാൻ പൊക്കോളാം എന്ന് പറയുന്നുണ്ട്. എന്താ അമ്മയെന്ന് അബി ചോദിക്കുന്നുണ്ട്. എന്തായാലും അബിയുടെ കാരണം നോക്കി ഒരു അടിയായിരുന്നു ജലജ കൊടുത്തത്. കാരണം നിന്നെപ്പോലെ ഒരു മോനെ, മന്ദബുദ്ധിയായ ഒരു മോനെ പ്രസവിച്ചതിൽ എനിക്ക് കുറ്റബോധം ഉണ്ടടാന്ന് പറഞ്ഞപ്പോൾ അബിയുടെ മുഖം അങ്ങനെ ചുളിങ്ങുന്നുണ്ട്. അല്ലെങ്കിൽ സ്വന്തം ഭാര്യരെ കള്ളത്തരം മനസ്സിലാക്കാണ്ട് നീ ഇത്രയും നാളും ഇവളെ കൂടെ ജീവിച്ചില്ലേടാ എന്നും ചോദിച്ചിട്ടായിരുന്നു പിന്നെ അടിച്ചത്. എല്ലാവരും ഇങ്ങനെ അന്തം വിട്ട് നിൽക്കണ്. ആ സമയത്ത് ജലജ നമ്മുടെ നവ്യയുടെ വയറ്റത്തേക്ക് ഒരു അടി അടിക്കുന്നുണ്ട്. അത് കാണുമ്പോൾ ദേവയാനി വരെ ഞെട്ടുന്നുണ്ട്. ദേവയാനി മാത്രമല്ല, നയനരെയും നവ്യരെ അമ്മയും കരയുന്നുണ്ട്. അയ്യോ, ഞങ്ങളോട് ഉള്ള വൈരാഗ്യം എൻ്റെ മക്കളോട് തീർക്കല്ലേ, എൻ്റെ കുഞ്ഞിനെ അങ്ങനെ ഒന്നും ചെയ്യല്ലേ എന്ന് പറയുന്നുണ്ട്. മുത്തശ്ശനൊക്കെ പറയുന്നുണ്ട്, നീ എന്തടി ചെയ്യണേന്ന് വെച്ചപ്പോൾ പിന്നെയും ഇവളെ ഒരു വലിയ വടി എടുത്തടിച്ചാൽ പോലും ഇവൾക്കൊന്നും സംഭവിക്കില്ല. അങ്ങനെ ഒരു ഇവൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഇവളെ കുഞ്ഞിനൊന്നും സംഭവിക്കില്ല. അങ്ങനെ ഒരു കുഞ്ഞിന് ഇവളെ വയറ്റിൽ വളരുന്നേന്ന് ജലജ പറയുന്നുണ്ട്. നീ എന്താടി പറയുന്നത്, നീ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ തെളിച്ച് പറയാൻ പറയുന്നു. അതിനുശേഷം ജലജ പിന്നെ അവളുടെ സ്കാനിങ് റിസൾട്ട് എടുക്കുന്നതും ഫോട്ടോ എടുക്കുന്നതും അത് ഡോക്ടർക്ക് അയച്ചു കൊടുത്തതും ഡോക്ടർ മോനെയും ജലജനെയും പറ്റിച്ചതിന് ഇവളൊരു ഫ്രോഡാണ് എന്നൊക്കെ പറയുന്ന ഒരു ഭാഗമാണ് കാണിക്കുന്നത്. അതിനുശേഷം അപ്പം എല്ലാവരും ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുന്നുണ്ട്. പിന്നീട് ജലജ പെട്ടെന്ന് തന്നെ നവ്യയുടെ വയറിൻ്റെ ഉള്ളിൽ നിന്ന് വലിച്ചായ പാഡ് വലിച്ചെടുക്കുന്നുണ്ട്. തലണ പോലത്തെ വീർത്തിരിക്കുന്നത് കണ്ട, ഇതിന് ഇവളുടെ കുഞ്ഞ് ഇത്രയും നാൾ നമ്മളെ പറ്റിക്കായിരുന്നു. രണ്ട് വിഷജന്തുക്കൾ ഈ വീട്ടിലേക്ക് കയറി വന്നിട്ട് നമ്മളെ പറ്റിക്കായിരുന്നു പറഞ്ഞ് ഈ സാധനം വലിച്ചെറിയുന്നുണ്ട്. അയ്യോ, എൻ്റെ നയനമോൾക്ക് ഇതൊന്നും അറിയില്ല എന്ന് പറഞ്ഞ് നവ്യയുടെ അമ്മ കരയുന്നുണ്ടെങ്കിലും കൂടി എന്തായാലും ആരും ഒന്നും വിശ്വസിക്കുന്നില്ല. പിന്നീട് അതുപോലെ തന്നെ പിന്നെ നമ്മുടെ ആദർശിൻ്റെ അമ്മ കിടന്ന് തുള്ളാണ് ചെയ്തിരുന്നത്. നല്ല രണ്ട് പെരുമക്കളെ അതും പാവം ഗോവിന്ദനോടാണ് വഴക്കുണ്ടാക്കുന്നത്. ഇങ്ങനത്തെ രണ്ട് മക്കളെ ഉണ്ടാക്കി താൻ ഇങ്ങോട്ട് കൊണ്ടുവന്നില്ലേടാ, ഞങ്ങളുടെ തലയിലാക്കിയില്ലേ, കള്ളത്തരത്തിലൂടെ രണ്ടെണ്ണവും ഭാര്യയായി ഇവിടേക്ക് കയറി വന്നു എന്നിങ്ങനെ പറയാൻ പറ്റാത്തതായ എല്ലാ കാര്യങ്ങളും നമ്മളെ നയനനെയും കുറിച്ച് പറയുന്നുണ്ട്. നയനാണെങ്കിൽ ഒരു അക്ഷരം വിടാണ്ട് നിൽക്കണമെന്ന് ആദർശ് അബിയോട് പറയുന്നു. അബിയുടെയും നയനരെയും മുഖത്ത് നോക്കി പറയുന്നുണ്ട്. അബി എന്തെങ്കിലും കള്ളം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് കുഴപ്പമില്ല, കാരണം അവനെ ജന്മനാ പറയുന്നതെന്ന്. നവ്യയും ഏതാണ്ട് അതുപോലെ തന്നെ എന്നാണ് ഞങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. പക്ഷേ നയനയുടെ കാര്യം അങ്ങനെ അല്ലായിരുന്നു. ഈ വീട്ടിൽ എൻ്റെ മുത്തശ്ശനും മുത്തശ്ശിക്ക് നീ വന്നതിന് ശേഷം ഞങ്ങൾ രണ്ടാം സ്ഥാനമാണ്. അതുകൊണ്ട് നീ ഇതിൽ സത്യം പറയണം. നിനക്ക് ഇതിൽ എന്തെങ്കിലും പങ്കുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞേ പറ്റൂ എന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും പറയുന്നുണ്ട്. ആ മുത്തശ്ശി വേഗം പറയുന്നുണ്ട്, നയനമോൾക്ക് ഇതൊന്നും അറിയില്ല എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ അമ്മയും പറയുന്ന അങ്ങനെയാണ്, അയ്യോ എൻ്റെ കുഞ്ഞിന് ഇതൊന്നും അറിയില്ല എന്ന് പറഞ്ഞു. എന്നാൽ എനിക്ക് ആദ്യം ചോദിക്കാനുള്ളത്, അമ്മമാര് സ്വന്തം മക്കളുടെ ജീവിതത്തിന് വേണ്ടി എന്തും സഹിക്കും. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് ചോദിക്കുന്നില്ല, നിങ്ങൾ എനിക്ക് മറുപടിയും തരണ്ട. എനിക്ക് തരേണ്ടത് അച്ഛനാണ്. അച്ഛൻ പറയും, അച്ഛൻ ഇതിൽ എന്തെങ്കിലും അച്ഛൻ അറിവുള്ള കാര്യം എന്ന് ചോദിച്ചപ്പോൾ ഗോവിന്ദൻ ആദ്യം ഒന്നും മിണ്ടുന്നില്ല. പിന്നീട് ഗോവിന്ദൻ പറയുന്നുണ്ട്, ഇല്ല എനിക്കൊന്നും അറിയില്ലായിരുന്നു എന്ന് പറയുന്ന അയാള്. പച്ചക്കള്ളമാണ് താനീ പറയുന്നത്. തനിക്കും തൻ്റെ ഭാര്യയ്ക്കും തൻ്റെ മക്കൾക്കും ഒക്കെ അറിയായിരുന്നു ഞങ്ങളെ പറ്റിച്ചാണെന്ന് പറഞ്ഞ് ദേവയാനി ചാടി തുള്ളുന്നുണ്ട്. പിന്നീട് ആദർശിന് പറഞ്ഞു, ഇന്നത്തെ ചോദ്യം എനിക്ക് എൻ്റെ ഭാര്യയോടാണ്. നീ പറയണം, ഈ കാര്യത്തിൽ നിനക്ക് എന്തെങ്കിലും പങ്കുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ആദ്യം ഒന്നും മിണ്ടാണ്ട് മുത്തശ്ശി പറയുന്നുണ്ട്, മോളെ മോൾക്കൊന്നും എന്തെങ്കിലും പറഞ്ഞോളാം മുത്തശ്ശൻ പറയുന്നു. എനിക്കറിയായിരുന്നു മുത്തശ്ശ, ആ തുടക്കം മുതലേ എനിക്കറിയായിരുന്നു. ഞാനും ഫാമിലി ഡോക്ടറും ഇത് മറച്ചു വെച്ചത് ചേച്ചി ആത്മഹത്യ ചെയ്യുമെന്ന് പറഞ്ഞത് കൊണ്ടാണെന്ന് പറയുന്നു. അത് കേട്ടപ്പോൾ ആദർശിന് പെട്ടെന്ന് ദേഷ്യം വരുന്നുണ്ട്. തെറ്റ് ചെയ്തതിനേക്കാൾ കുറ്റം തെറ്റ് ചെയ്യാൻ കൂട്ടുനിന്നതാണ്. അതുകൊണ്ട് ഇനി മുതൽ അനന്തപുരി തറവാട്ടിലും എൻ്റെ ഭാര്യയായിട്ടും നിനക്ക് ഇവിടെ താമസിക്കാൻ ഒരു അർഹതയില്ല. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇന്ന് തന്നെ നീ ഇവിടെ നിന്ന് ഇറങ്ങണം. അപ്പൊ തന്നെ നമ്മുടെ അനിക്ക് പെട്ടെന്ന് വിഷമാവുണ്ട്. ചേട്ടാ വിളിക്കുമ്പോ എന്താടാ എനിക്കില്ലാത്ത പൊള്ളല് നിനക്കെന്താ എന്ന് ചോദിച്ച് അനിയോട് പൊട്ടിത്തെറിക്കുന്നുണ്ട് ആദർശ്. അനി തടസ്സം നിൽക്കണ എന്തിനാന്ന് മനസ്സിലായപ്പോൾ നമ്മുടെ ദേവയാനിക്ക് ദേഷ്യം വരുന്നുണ്ട്. ദേവയാനി പറയുന്നുണ്ട്, മതിയടാ, നീ ഈ വീട്ടിലെ ചെറിയ കുട്ടീന് നീ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ അന്വേഷിക്കേണ്ട, നീ മിണ്ടാണ്ട് നിന്നാ മതി.
നയനര കാര്യങ്ങൾ നവ്യയുടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ജലജയും അഭിയുമാണ്. അതിൽ ഞങ്ങൾക്ക് ഇടപെടേണ്ട കാര്യമില്ല. പക്ഷെ എൻ്റെ മരുമോളുടെ കാര്യത്തിൽ എനിക്ക് ഈ ഒരു തീരുമാനമുണ്ട്. ഇനി ഇവള് ചെയ്യാനൊന്നും ഇവര് തറവാട്ടിൽ നിൽക്കാൻ ഇവൾക്ക് ഒരു അർഹതയില്ല. എത്രയും പെട്ടെന്ന് ഇവളെയും വിളിച്ച് രണ്ടെണ്ണത്തിനെ വിളിച്ച് ഇവിടെ നിന്ന് ഇറങ്ങണം എന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ ദേവയാനി ഇങ്ങനെ തുള്ളണ്. ആദർശായാലും നയനയുടെ മുഖത്തേക്ക് പോലും നോക്കുന്നില്ല. ആകെ എല്ലാവരും കൂടെ ഒരു വിഷമത്തിൽ നിൽക്കുന്നതോടെയാണ് ഇന്നത്തെ എപ്പിസോഡിന്റെ അവസാന ഭാഗം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പ്ലീസ്.